അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനവും ആദരവും നിറഞ്ഞ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സയ്യിദന്മാർ, ഉസ്താദന്മാർ, ഒരുമിച്ച് കൂടിയ മദതി പണ്ഡിത പടുക്കൽ, നല്ലവരായ മുഅ്മിനീങ്ങൾ, ദീനി പ്രവർത്തകർ, അള്ളാഹു നമ്മുടെ സദസ്സ് ഞങ്ങളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ഇത്തരത്തിൽ പണ്ഡിതന്മാരും സയ്യിദന്മാരും ഒരുമിച്ച് കൂടുന്നൊരു സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ കഴിഞ്ഞ മഹാസഭയിൽ ഇതിൻ്റെ എല്ലാ നേതൃത്വം വഹിക്കുന്ന DS അബ്ദുറഹ്മാൻ മദനി ഉസ്താദ് അവതരിപ്പിച്ചപ്പോൾ ആവിചാരിതമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇത്രയും പണ്ഡിതന്മാരും മഹാരഥന്മാരും ഒരുമിച്ച് കൂടുക എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഈ ഒരു വേദി ഒരുപാട് ദിവസക്കാലം, മാസങ്ങളോളം, വർഷങ്ങളോളം ഇൽമ് പഠിച്ച് പ്രബോധന രംഗത്തുള്ള പണ്ഡിതന്മാർ തന്നെയാണ്. വീണ്ടും ഒരു പ്രബോധനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഏറ്റവും മഹത്വമുള്ള ഒരു പരിപാടി കൂടിയാണ്. ഈ വേദിയിലുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അവരുടെ കരങ്ങളിലൂടെയാണ് ഇന്നത്തെ സനദിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നത്. ഇവിടുന്ന് നമ്മുടെ ആത്മീയമായ മജ്ലിസിന് നേതൃത്വം നൽകി ഇവിടുന്ന് പിരിഞ്ഞുപോയ ബഹുമാനപ്പെട്ട പാട്രക്കോടി തങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ഹബീബുല്ലാഹി തങ്ങൾ, ആത്മീയ നേതാവ് ഇവിടെ ഉണ്ട്. അതേപോലെ എപ്പോഴും പുഞ്ചിരിയോടുകൂടി നമ്മെ സ്വീകരിക്കുന്ന ബഹുമാനപ്പെട്ട ബുൽമാർ ഉസ്താദ്, ഞാൻ വലിയ സ്നേഹിക്കുന്ന ഒരു ഉസ്താദും കൂടിയാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൻ്റെ ആത്മീയ നേതാവ് നാർഷ ഉസ്താദ്, അതേപോലെ ഇസ്മായിൽ അർഷദി ഉസ്താദ് വലിയ ഭൗതികമായ ക്ലാസിന്റെ ഉടമയാണ്. അതേപോലെ തന്നെ സൂര്യ കാസിം ഉസ്താദ്, അതേപോലെ റസാഖ് മദനി ഉസ്താദ്, അയ്യൂബ് മുഹല്ലരി ഉസ്താദ്, നമ്മുടെ ജമാഅത്തിന്റെ കരുത്തനായ പ്രസിഡന്റ് യൂസുഫിച്ച, സെക്രട്ടറി ഖാദരിച്ച, അമീർച്ച, ബന്ധപ്പെട്ട ഒരുപാട് കമ്മിറ്റി ഭാരവാഹികൾ, ഒരുമിച്ച് കൂടിയ മദതി പണ്ഡിതന്മാർ. കൂടുതലായി സംസാരിക്കാതെ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ആധുനിക ഇന്റർനെറ്റിന്റെയും ടെക്നോളജിയുടെയും 4G 5G യുഗങ്ങൾ കഴിഞ്ഞ് പുതിയ യുഗങ്ങളിലേക്ക് ഇന്ന് ലോകം കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇൽമ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രബോധന മാർഗമായി ഞങ്ങൾ സ്വീകരിക്കേണ്ടവരാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന പണ്ഡിത പടുക്കൾ ഉള്ളതുകൊണ്ട് ഒന്ന് രണ്ട് വിഷയങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്ന് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആധുനിക ലോകത്ത് നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യം പ്രബോധനം എന്നുള്ളതാണ്. പ്രബോധനം എന്നുദ്ദേശിക്കുമ്പോൾ വെറും ദർസ്, കിതാബ് എന്നതിലൂടെ മാത്രമല്ല, അതിൻ്റെ അപ്പുറവുമുണ്ട്. നമ്മുടെ മേഖലകൾ, ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഉസ്താദന്മാർ മറ്റുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം. അവരുടെ ജോലി സ്ഥലങ്ങൾ, യാത്രയിൽ, നാട്ടിൽ, എല്ലാ സ്ഥലങ്ങളിലും പ്രബോധനമുണ്ട്. ആധുനിക ലോകത്ത്, ഈ യുഗത്തിന്റെ ഇന്നത്തെ കാലഘട്ടത്ത് പല മതങ്ങളുമുണ്ട്. അതിൻ്റെതായ രീതിയിൽ അവർ പ്രബോധനം, മിഷനറി പ്രബോധനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ആ വിധത്തിൽ ഇസ്ലാമികമായ പ്രബോധനത്തിന് വേണ്ടി മാത്രമേ നമ്മുടെ ജീവിതം മാറ്റിവെക്കേണ്ടതുണ്ട്. നാം ഏത് മേഖലയിൽ പ്രവേശിച്ചാലും, ഏത് ജോലിയിൽ ഞങ്ങൾ ഏറ്റെടുത്താലും, ഇത് ഈ മേഖല അല്ലാത്ത മറ്റൊരു മേഖല സ്വീകരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ജീവിതം പ്രബോധനത്തിന് വേണ്ടി മാത്രമേ മാറ്റിവെക്കണം. നമ്മെ മുസ്ലിം സമൂഹത്തിനെ ഇസ്ലാമികമായ ആ സുന്ദരമായ അന്തസ്സിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ആധുനിക കുതന്ത്രകാരികൾ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഏകദേശം ബഹുമാനപ്പെട്ട കേരള സമസ്ത മുഷാവർ അംഗമായിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം AK ഉസ്താദ്
സഅദിയ പ്രിൻസിപ്പളായിരുന്ന AK ഉസ്താദ് UAE നാഷണൽ അറബിക് പത്രത്തിൽ ഒരു റിപ്പോർട്ട് 30ാമത്തെ വാർഷിക സുവനീറിൽ രേഖപ്പെടുത്തിയ ഒരു വിഷയം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അതിനെ കൃത്യമായി സൂചിപ്പിക്കുന്നില്ല. വാറ്റിക്കൻ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. വാറ്റിക്കൻ എന്ന് പറയുമ്പോൾ ഏത് മതമാണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ എടുത്തു പറയുന്നില്ല, ലൈവ് ഉള്ളത് കൊണ്ട്. അവിടെ ഒരു വലിയ കോൺഫറൻസ് നടക്കുകയാണ്. എന്താ കോൺഫറൻസ്? മതത്തെക്കുറിച്ചാണ് അവിടെ കോൺഫറൻസ് നടക്കുന്നത്. അവിടെ അധ്യക്ഷപീഠത്തിലിരിക്കുന്ന അവിടുത്തെ വലിയൊരു മഹാൻ അവിടുന്ന് ഒരു അഭിപ്രായം പറയുകയാണ്. എല്ലാ മതങ്ങളിലും മറ്റൊരു മതങ്ങളിലേക്ക് മതാന്തരപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഏത് മതങ്ങൾ നോക്കിയാലും ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതങ്ങളിലേക്ക് മതാന്തരപ്പെടുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിൽ നിന്ന് തുച്ഛമായ ആൾക്കാർ മാത്രമേ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകുന്നത്. അവരെ കുറിച്ചൊന്ന് അന്വേഷണം നടത്തി നോക്കിയാൽ എന്തോ ഒരു പ്രണയത്തിന്റെ പേരിലായിരിക്കാം അവർ മതം മാറിയത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികമായ സമ്പത്തിന് ലഭിക്കാൻ വേണ്ടിയായിരിക്കാം അവർ മതം മാറിയത്. അല്ലാതെ മറ്റൊരു മതത്തിന്റെ സുന്ദരമായ ലാളിത്യം മനസ്സിലാക്കിയിട്ടല്ല അവർ മതം മാറിയിട്ടുള്ളത് എന്ന് അവിടുന്ന് ചർച്ച നടത്തുന്നു. എങ്ങനെയാണ് മുസ്ലിമീങ്ങളെ മറ്റൊരു മതത്തിലേക്ക് ആകർഷിപ്പിക്കുക എന്ന് ഇങ്ങനെ ചർച്ച നടത്തുന്ന സമയത്ത് പല അഭിപ്രായങ്ങളും സഭയിൽ മുന്നിലിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവിടുന്ന് തൻ്റെ അധ്യക്ഷപീഠത്തിലിരിക്കുന്നവന്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം തൻ്റെ കീശയിൽ നിന്നൊരു ഖുർആന്റെ ഒരു പ്രതി, ചെറിയൊരു ഖുർആന്റെ ഒരു ഖുർആൻ കയ്യിലെടുത്തുകൊണ്ട് മുസ്ഹഫ് കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ഖുർആനുള്ള കാലത്തോളം മുസ്ലിമീങ്ങൾക്ക് മതം മാറാൻ കഴിയില്ല. ഇതിനെ അപ്പോൾ ഇവിടെ ചർച്ച നടത്തുന്നു, എങ്ങനെയാണ് ഇതിനെ ഞങ്ങൾ നശിപ്പിക്കുക? ലോകമെമ്പാടും ഇരിക്കുന്ന ഖുർആനുകളെ കത്തിച്ച് കരിച്ചു കളയാൻ സാധ്യമല്ലല്ലോ. ഒരു നാട്ടിൽ കഴിയാം, ചില ശക്തികളുള്ള നാടുകളിൽ, ഇസ്ലാമിക വിരോധ ശക്തികളുള്ള നാടുകളിൽ കഴിയാം, പക്ഷെ ലോകത്തെമ്പാടും അതിനെ നശിപ്പിച്ചു കളയാൻ സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് മുസ്ലിമീങ്ങളെ മറ്റൊരു മതങ്ങളിലേക്ക് ഞങ്ങൾ ആകർഷിപ്പിക്കുക? അതിനെക്കുറിച്ച് വലിയൊരു ഇന്റർനാഷണൽ ചർച്ച വാറ്റിക്കനിൽ വെച്ച് നടക്കുകയാണ്. അവസാനം അവർ തീരുമാനിക്കുന്നു, മുസ്ലിമീങ്ങളുടെ ആരാധന സമയങ്ങളുണ്ട്, അവർ ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. ആ സമയങ്ങൾ അവർക്ക് വിനോദങ്ങളിലൂടെ മാത്രമേ മുസ്ലിമീങ്ങളെ മറ്റൊരു മതങ്ങളിലേക്ക് ആകർഷിപ്പിക്കാൻ കഴിയൂ എന്ന് തീർമാനമെടുക്കുകയാണ്. അവർ ചിന്തിക്കുന്ന ഈ മഗ്രിബ് ഇശാഇന്റെ സമയം മുസ്ലിമീങ്ങൾ കിതാബ് ഓതി പഠിക്കുന്ന സമയമാണ്, ഖുർആൻ ഓതുന്ന സമയമാണ്. മുസ്ലിം പെണ്ണുങ്ങൾ വീടുകളിൽ ഇരുന്ന് മൗലിദുകളും മാലകളും ഖുർആനുകളും ദിക്റുകളിലും അവർ ആ സമയത്ത് ചെലവഴിക്കുന്ന സമയമാണ്. ആ സമയങ്ങൾ ഞങ്ങൾ പ്രത്യേകമായ വിനോദ പരിപാടികൾ ഞങ്ങൾ ആ സമയത്ത് ആവിഷ്കരിക്കേണ്ടതുണ്ട്, സിനിമാ ധാരാവാഹികൾ ആ സമയത്ത് ഞങ്ങൾ പബ്ലിസിറ്റി ചെയ്യേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സമയങ്ങളിൽ ടിവികളിലും മറ്റുള്ള മാധ്യമങ്ങളിലും അവർ വിനോദങ്ങളിൽ ഏർപ്പെടുന്നത്, അത്തരത്തിലുള്ള വിനോദ പരിപാടികൾ അവർ പബ്ലിസിറ്റി ചെയ്യുന്നത്. അങ്ങനെ പലവിധങ്ങളിലുള്ള ചർച്ചകൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, മുസ്ലിമീങ്ങളെ ഏത് വിധത്തിലാണ് മറ്റൊരു മതങ്ങളിലേക്ക് മാറി മറ്റൊരു മതത്തിലേക്ക് മതാന്തരപ്പെടുത്താൻ സാധിക്കുക എന്നുള്ള ചിന്തയിലേക്ക് ആധുനിക ലോകം ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പണ്ഡിത പടുക്കളായ ഞങ്ങൾ ഇന്നത്തെ ആധുനിക ലോകത്ത് അവരെല്ലാം ഉപയോഗിച്ചത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണെന്ന് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഞങ്ങൾക്കും ഇനി മുതൽ നല്ലൊരു വഴിയാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള നല്ല നിലക്ക് പ്ലാറ്റ്ഫോമിലൂടെ ഇസ്ലാമിക പ്രബോധനം നടത്തുക എന്നുള്ളത്. അതാണ് ബഹുമാനപ്പെട്ട DS അബ്ദുറഹ്മാൻ മദനി ഉസ്താദ് അവർകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു വഴി. ആ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഞങ്ങളുടെ പണ്ഡിതാക്കളായ ഈ മദദി നേതാക്കൾ ഉസ്താദന്മാർക്ക് നല്ല നിലക്ക് പല കിതാബുകളും പഠിപ്പിച്ചു കൊടുത്ത് അവരെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തി ഒരുപാട് കിതാബുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഉസ്താദിന് സാധിച്ചിട്ടുള്ളത്. എൻ്റെ മദദി പണ്ഡിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ 1.5 വർഷത്തോടുകൂടി ഇത് അവസാനിച്ചിട്ടില്ല. ഇനിയും ഉസ്താദിനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. വലിയ ഇൽമിന്റെ വലിയ ബഹ്റാണെന്ന് പറയാം. ഒരുപാട് കിതാബുകൾ അറിയുന്ന ഉസ്താദിനെ ഇനിയും ഉപയോഗപ്പെടുത്തണം. ഒരുപാട് ചർച്ചകളിലും കിതാബുകളിലെ പ്രത്യേകമായ സെക്ഷനുകൾ വെച്ച് ഓരോ വിഷയങ്ങളിൽ ഒരു മാസത്തിലെങ്കിലും ഒരു ക്ലാസ്സുകൾ വെച്ച് അതിലൂടെ ചർച്ചകൾ നടത്തി ഇനിയും ഇൽമിന്റെ ഭാഗങ്ങളിലൂടെ ഉസ്താദിനെ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഉസ്താദ് ഒരു സാമ്പത്തികമായ ഒരൊറ്റ കാര്യം ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഉസ്താദിന്റെ ചിന്താഗതി എന്നുള്ളത് ഈ വലിയ വലിയ ഉന്നതമായ ചിന്തകളിലേക്ക്, ഒരുപാട് ഇൽമിന്റെ വിദ്യാഭ്യാസത്തിന്റെ നോളേജിന്റെ പുതിയ പുതിയ ചിന്തകൾ ആവിഷ്കരിക്കുന്ന ഉസ്താദാണ്. ആ ഉസ്താദിലൂടെ ഇനിയും നിങ്ങൾ ആ മേഖലകൾ നിങ്ങൾ ഒന്നും കൂടി ആവിഷ്കരിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ ഹബീബുല്ലാഹി തങ്ങൾ ഉസ്താദ് അവറുകൾ വലിയ ഖുർആന്റെ ഒരു പരിഭാഷ ഉണ്ടാക്കി, ഒരു മൊബൈൽ ആപ്പ്
അവിടുന്ന് രൂപീകരിച്ചു. അത് പല സ്ഥലങ്ങളിലും അത് വ്യാപകമായിരിക്കുകയാണ്. കാരണം ഇന്നത്തെ ആധുനിക ലോകത്തൊരു ഗൂഗിൾ, ഞങ്ങൾക്ക് ഇന്ന് ഏറ്റവും വലിയൊരു ഉസ്താദായിരിക്കുന്ന ഗൂഗിൾ, എന്ത് ഹദീസ് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും മസല വേണമെങ്കിലും എല്ലാ കിതാബുകളും ഇന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷേ അവിടെയെല്ലാം ചെറിയ കൈകടത്തലുകൾ യഹൂദികൾ നടത്തിയിട്ടുണ്ട്. എല്ലാ മേഖലകളിലും അവർ അവരുടേതായ മേഖലകളിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി പല വിധങ്ങളിലുള്ള അവർ കൈകടത്തലുകൾ നടത്തി. ഒരു ഹദീസ് ഗൂഗിളിൽ നിന്ന് കൃത്യമായി ഞങ്ങൾക്ക് സ്വീകരിക്കാൻ ചിലപ്പോൾ കഴിയേണ്ടി വരുന്നില്ല. അതുകൊണ്ട് ആ മേഖലകളിലേക്കും നമ്മുടെ തങ്ങൾ ഉസ്താദ് നല്ല നിലക്കൊരു ഖുർആന്റെ പരിഭാഷയുടെ ആപ്പ് ആ സോഷ്യൽ മീഡിയയിലൂടെ സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഒരു ഉദാഹരണം എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് പ്രബോധനം നടത്താൻ കഴിയുമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ കർത്തവ്യം ഈ വേദി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വചനം കൊണ്ട് ഈ വേദി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.